ചരിത്രത്തിന്റെ ചുക്കാൻ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൈകളിലാണെന്നുമാണ് സാർ വളരെ കൺവിക്ഷനോടുകൂടെ, ബോധ്യത്തോടുകൂടെ പറയുന്നതല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നത്? റഷ്യ എന്തുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങളെയും ഇസ്രയേലിനെയും ലക്ഷ്യം വെക്കുന്നു? ഹെർമഗദ്ദോൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ലോകം, കമ്മ്യൂണിസത്തിന്റെ തകർച്ചയും, ദൈവത്തെ കൂടാതെ പണിയുന്ന ഇസങ്ങളും രാജ്യങ്ങളും സാമ്പത്തിക വ്യവസ്ഥകളും തകരുമെന്ന് ബൈബിൾ പ്രവചനം. 2 പതിറ്റാണ്ടുകൾ റേഡിയോ പ്രഭാഷണത്തിലൂടെ ഏഷ്യൻ കേൾവിക്കാർക്ക് സുപരിചിതനായ ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ പുതുപ്പള്ളി, ബ്രദർ ജോൺ പി തോമസുമായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയുടെ പ്രക്ഷേപണ തുടർച്ച. റഷ്യയുടെയും അമേരിക്കയുടെയും സമ്പദ് വ്യവസ്ഥയിൽ ഒരെണ്ണത്തിന് പരാജയവും ഒരെണ്ണത്തിന് വളർച്ചയുണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം ദൈവത്തെ വേണ്ട എന്ന് റഷ്യ പറയുകയും എന്ന തോന്നിവാസവും സകല മ്ലേച്ഛതയും കൊടികുത്തി വാഴുന്നുണ്ടെങ്കിലും അവിടെ ഒരു കൂട്ടം, ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ദൈവത്തെ മാനിക്കുന്നവരുണ്ട്. അതാണ് അമേരിക്കയുടെ അനുഗ്രഹത്തിന്റെ ലക്ഷണമെന്നാണ് പറയുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പ്രവാചകന്മാരും പൂർവപിതാക്കളും അരുളിയ വചനമിതാ ഭൂവിൽ വരവായി. അത് വാസ്തവത്തിൽ ഇന്നത്തെ ഈ ആധുനിക യുഗത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അങ്ങനെ ചരിത്രത്തിൽ ഇടപെടുന്നെന്നും ദൈവമില്ലാതെ ഒരു രാജ്യവും കെട്ടിപ്പടുത്താൻ കഴിയില്ലെന്നും ദൈവത്തിന്റെ നന്മയും അനുഗ്രഹത്തോടെ ഒഴുകില്ല എന്നുള്ളതും നമുക്ക് വ്യക്തമായി ചരിത്രം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന്റെ ഒരു കാരണം അവിടെയുള്ള വലിയ സമ്പത്ത് മോഹിച്ചാണ് എന്ന് പറഞ്ഞിരിക്കുന്ന, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്ന ബൈബിൾ പ്രവചനം ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ നിവൃത്തിയാകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ആശ്ചര്യമായി, അത് ഒരു സംശയവുമില്ലാതെ അത് സംഭവിക്കുകയാണ്. എന്നാൽ റഷ്യക്ക് അതുപോലെ സാമ്പത്തിക നിലവാരം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കൊള്ളയടിക്കേണ്ട ആവശ്യമില്ല. അമേരിക്ക പോലുള്ള രാജ്യത്തിന് കൊച്ചു രാജ്യത്തെ കൊള്ളയടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ റഷ്യയുടെ രാജ്യത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യവുമാണ്. അവർ ഇസ്രായേലിനോട് വൈരാഗ്യമുള്ള അറേബ്യൻ രാജ്യങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർ യുദ്ധത്തിന് കടന്നു വരുമ്പോൾ ഇവരോട് കടന്നു വരുമെന്ന് ദാനിയേൽ 11:40 പറയുന്നു. പക്ഷെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾക്കൊരു അബദ്ധം പറ്റും. അതെന്താണ് ആ അബദ്ധം? ദാനിയേൽ പ്രവചനം 14-ാം അധ്യായം എടുത്താട്ടെ. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം. അതില് വടക്കേ ദേശത്തിലെ രാജ്യം എന്ന് പറയുന്നത് റഷ്യയുടെ സൈന്യമാണെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു. ആ വാക്യം നോക്കിയാട്ടെ, 11:40 തൊട്ട് താഴോട്ട് ചെറുക വായിച്ചാൽ മതി, നമുക്കത് മനസ്സിലാകും. നോക്ക്. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും. അത് ഈജിപ്തിന്റെ നേതൃത്വത്തിലുള്ള അറേബ്യൻ രാജ്യങ്ങൾ. ഓ, അത് ശരി. വടക്കേ ദേശത്തിലെ രാജാവ്, നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വടക്കേ ദേശം, അതായത് റഷ്യ അല്ലേ? അതെ. രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. ശ്രദ്ധിച്ച് ഇനി അടുത്ത വായിച്ചു. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നു പോകും. അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും. 10,000 പേർ ഇടറി വീഴും. അടുത്ത വാക്യം. എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോകും. അടുത്ത വായിച്ചാട്ടെ. അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും. ദേശങ്ങളുടെ നേരെ കൈനീട്ടും. മിസ്രയീം ദേശവും ഒഴിഞ്ഞു പോകുകയില്ല. എന്ന് പറഞ്ഞാൽ ആരെ സഹായിക്കാനാ വന്നത്? മിസ്രയീം ദേശം എന്ന് പറയുന്നത് ഈജിപ്റ്റ്. ഈജിപ്തിനെ സഹായിക്കാൻ വന്നവൻ ഇവിടെ വായിക്കുന്ന ഈജിപ്റ്റും ഒഴിഞ്ഞു പോകില്ല. അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെല്ലാം മിസ്രയീമിലേക്ക് മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. ലൂബിരും കൂശരും അവന്റെ അനുചാരികളായിരിക്കും. അവിടെ നിന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഈ ഈജിപ്തിനെ സഹായിക്കാൻ വരുന്ന ഇവരെയും പിടിച്ചെടുക്കും. ഓ, അത് ശരി. അപ്പോഴാണ് ഇവിടെ ചോദിക്കുന്നത്, നീ കൊള്ളയിടുവാനാണോ വന്നത്? മറ്റ് രാജ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് എസെക്കിയേൽ 38:13. അപ്പൊ ഇസ്രായേലിന് എതിരെ വരുന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെയും മറ്റ് അറബ് രാജ്യങ്ങളെയും അവര് കൊള്ളയിടുകയാണ്. കഴിഞ്ഞകാല ചരിത്രങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. ഈ ബൈബിൾ പ്രവചനത്തിന്റെ വെളിച്ചത്തിലുള്ളൊരു വിലയിരുത്തലാണ്, അതല്ലേ? ബൈബിൾ പ്രവചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അങ്ങനെ അവസാനമായിട്ട് റഷ്യ ആക്രമിച്ച് ഇസ്രായേലിന്റെ നേരെ രാജ്യങ്ങൾ കടന്നു വരുന്നത് അർമഗദോൻ യുദ്ധത്തിന്റെ ആരംഭമാണ്. ഏതാണ്ട് 3.5 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കുന്നത് യേശുക്രിസ്തു മടങ്ങി വന്നുകൊണ്ടാണ്. ഒലിവെന്ന മലയിൽ താൻ വരുവാറായി, ഉലകത്തെ വാഴുന്ന രാജാവായി, ഉയരത്തെ കഥകുകൾ ഉണരട്ടെ ജനതകൾ, ഉയർത്തുന്ന നാഥനെ വരവേൽക്കാൻ. ഹല്ലേലൂയ, കർത്താവ് ജീവിക്കുന്നു, എന്റെ യേശു കർത്താവ് ജീവിക്കുന്നു. അവനുന്നതനാം അതിവന്ദിതനാം, അവനവനിൽ വാഴും മഹേശ്വരൻ. അവനിവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. തുറന്ന കല്ലറ മൊഴിയുന്നു, മരണത്തെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റവൻ, ഉയരത്തിൽ മഹിമയിൽ വാഴുന്നു.
അപ്പോൾ ബൈബിൾ പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ റഷ്യയുടെ മേധാവിത്വത്തിൽ മറ്റ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ വരും. അവസാനത്തെ യുദ്ധം അവിടെ തുടങ്ങുകയാണ്. ദാനിയേൽ 11:40 നമ്മൾ എടുത്തു വായിച്ചാൽ 40 തൊട്ടുള്ള വാക്യങ്ങളിൽ ആ യുദ്ധം ഏത് ഗതിയിൽ നടക്കുന്നുവെന്ന് ദൈവം നമുക്ക് വരച്ചു തന്നിട്ടുണ്ട്. ഒരു ചിത്രമാണ് അത്. ശരി. ഇവിടെ ഒരു സത്യം മനസ്സിലാകുന്നു. ദൈവമില്ലാതെ പടുത്തുയർത്തുവാനായിട്ട് ശ്രമിച്ച കമ്മ്യൂണിസം തകർന്നുപോയി. എന്നാൽ അമേരിക്ക, അവരും വാസ്തവത്തിൽ പാപത്തിൽ മുഴുകിപ്പോയ ഒരു രാജ്യമാണെങ്കിലും അവരുടെ സമ്പൽഘടനയും മറ്റും അവർ ദൈവത്തിനെ ബഹുമാനിക്കുന്നതായിരുന്നു. അവരുടെ ഓരോ കറൻസിയിലും ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് അടിച്ചു വെച്ചു. അവരുടെ നിയമാവലികൾ ദൈവവിശ്വാസത്തെ ആധാരമാക്കി എഴുതി ഉണ്ടാക്കി. അവരെന്തുകൊണ്ട് സമ്പൽ സമൃദ്ധിയിൽ ഉയർന്നു കഴിഞ്ഞ് ലോകത്തിന്റെ മുഴുവൻ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള ഒരു രാജ്യമായി മാറിയപ്പോൾ ദൈവമില്ലാതെ പടുത്തുയർത്തിയ ഈ രാജ്യം എന്തുകൊണ്ട് തകർന്നുപോയി? സാധാരണ ഈ അമേരിക്കയുടെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഒരു ആവറേജ് ഒരു മനുഷ്യനെ സംബന്ധിച്ചും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം, ബൂർഷ്വ മുതലാളികൾ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് ഇങ്ങനെ മുതലാളിത്ത രാജ്യങ്ങൾ പടുത്തുയർത്തപ്പെടുന്നു, അവരിങ്ങനെ കൊഴുത്തു വളരുന്നു എന്നുള്ള ചിന്തയാണ് പൊതുവെ അറിയുന്നത്. അങ്ങനെ ധരിക്കുന്നുവെങ്കിലും ഇന്ന് റഷ്യയിലും അതേ പാറ്റേണിലോട്ട് അവരുടെ ഭരണങ്ങൾ മാറ്റിയില്ലേ? വാസ്തവത്തിൽ അതുകൊണ്ടായിരിക്കുമല്ലോ സോവിയറ്റ് റഷ്യ മാത്രമല്ല മറ്റ് ചൈനയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? ചൈനയിലെ കമ്മ്യൂണിസമാണോ ഇന്ന് നടക്കുന്നത്, ക്യാപിറ്റലിസമാണോ നടക്കുന്നത്? വാസ്തവത്തിൽ ആത്മാർത്ഥമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ ക്യാപിറ്റലിസത്തിന്റെ കൊടികുത്തി വാഴുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണ് ആ രാജ്യം വീണ്ടും പുരോഗതിയിലേക്ക് വന്ന ലോകത്തിൽ അവരുടെ സമ്പത്തിന്റെ ആധിപത്യം ലോകത്തിന് അനുഭവപ്പെടാനായിട്ടിടയായി മാറിയത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മുൻ ബംഗാൾ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജ്യോതിബാസു പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെ ഈ സൈദ്ധാന്തികമായ പിടിവാശിയൊക്കെ ഉപേക്ഷിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ സാറ് പറയുന്നത് ഈ റഷ്യയുടെയും അമേരിക്കയുടെയും സമ്പദ് വ്യവസ്ഥയിൽ ഒരെണ്ണത്തിന് പരാജയവും ഒരെണ്ണത്തിന് വളർച്ചയുണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം ദൈവത്തെ വേണ്ട എന്ന് റഷ്യ പറയുകയും എന്ന തോന്നിവാസവും സകല മ്ലേച്ഛതയും കൊടികുത്തി വാഴുന്നുണ്ടെങ്കിലും അവിടെ ഒരു കൂട്ടം, ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ദൈവത്തെ മാനിക്കുന്നവരുണ്ട്. അതാണ് അമേരിക്കയുടെ അനുഗ്രഹത്തിന്റെ ലക്ഷണമെന്നാണ് പറയുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ സോവിയറ്റ് റഷ്യ ഇസ്രയേലിനെ വളരെ ഉപദ്രവിച്ചു. ചരിത്രത്തിൽ ഹിറ്റ്ലർ കൊന്ന പോലെ തന്നെ അവരും ഒരുപാട് പേരെ കൊന്നു. ഇന്നും അവർ ഇസ്രയേലിനെതിരാണ്. എന്നാൽ അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കുന്ന, തുണയ്ക്കുന്ന ഒരു രാഷ്ട്രമായി നിൽക്കുന്നു. ദൈവം അബ്രാഹാമിനോട് പറഞ്ഞില്ലേ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അത് വാസ്തവത്തിൽ ഇന്നത്തെ ഈ ആധുനിക യുഗത്തിലും അത് സംഭവിക്കുകയാണ്. ദൈവം അങ്ങനെ ചരിത്രത്തിൽ ഇടപെടുന്നെന്നും ദൈവമില്ലാതെ ഒരു രാജ്യവും കെട്ടിപ്പടുത്താൻ കഴിയില്ലെന്നും ദൈവത്തിന്റെ നന്മയും അനുഗ്രഹത്തോടെ ഒഴുകില്ല എന്നുള്ളതും നമുക്ക് വ്യക്തമായി ചരിത്രം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ചരിത്രത്തിനെല്ലാം വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടെന്നുള്ളതും ചരിത്രത്തിന്റെ ചുക്കാൻ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൈകളിലാണെന്നുമാണ് സാറ് വളരെ കൺവിക്ഷനോടുകൂടെ, ബോധ്യത്തോടുകൂടെ പറയുന്നതല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും ഈ വായിച്ചു കേട്ട വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ദൈവം ലോകചരിത്രത്തിന്റെ പിന്നിൽ വളരെ വ്യക്തമായ കരുകൾ നീക്കുന്നു. ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്കാണ് ലോകചരിത്രം കുതിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ചരിത്രത്തിന്റെ ദൈവം, ഈ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ആ മനുഷ്യൻ ആയിട്ട് തീർന്ന ദൈവത്തിന്റെ, ജീവനുള്ള ദൈവത്തിന്റെ അവതാരമായ കർത്താവായ യേശുക്രിസ്തു, ചരിത്രത്തിന്റെ ചുക്കാൻ അവിടുത്തെ കൈകളിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുവാൻ ആ രക്ഷിതാവിന് കഴിയും. ലോകചരിത്രത്തെ AD എന്നും BC എന്നും മാറ്റിമറിക്കാൻ കഴിഞ്ഞെങ്കിൽ സാറ് പരിചയപ്പെടുത്തുന്ന ഈ കർത്താവായ യേശുക്രിസ്തുവിന് ഏത് വ്യക്തിയുടെയും ജീവിതത്തെ തന്നെ, പഴയ ജീവിതത്തെ പുതിയ ജീവിതമായി രൂപാന്തരപ്പെടുത്തുവാൻ, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിപ്ലവാശയക്കാര് പറയുന്ന മുദ്രാവാക്യം, ആ വലിയ ആന്തരികമായ വിപ്ലവം കൊടുക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന് അധികാരവും അവകാശവുമുണ്ട്. അവിടുന്ന് ജീവിക്കുന്ന രക്ഷിതാവാണ് എന്ന് ഞാൻ ഈ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ആ നിലയിൽ ഞങ്ങളുടെ കേൾവിക്കാർക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പഴയ ജീവിതത്തിന്, പരാജയപ്പെട്ട ജീവിതത്തിന്, പാപജീവിതത്തിന് ഒരു വിപ്ലവകരമായ പരിവർത്തനം, യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ രക്ഷകൻ അവിടുന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലേക്ക് കർത്താവിന് സ്വാഗതം കൊടുക്കുമ്പോൾ ആ പരിവർത്തനത്തിന് വിധേയപ്പെടുവാൻ ഞങ്ങളുടെ എല്ലാ കേൾവിക്കാർക്കും ദൈവം കാരണമാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഇന്നും എന്നേക്കും വിജയിക്കുമാറാകട്ടെ. പണം കൊടുത്താൽ ആഹാരം വാങ്ങാം, ആ പണം കൊടുത്താൽ ആത്മമന്ന ലഭിക്കുമോ? പണം കൊടുത്താൽ മണിമേട വാങ്ങാം, ആ മണിമേടയിൽ ശാശ്വതമായി വാഴുമോ? ആത്മമന്ന വേണമോ? നിത്യഭവനം വേണമോ? ആത്മമന്ന വേണമോ? നിത്യ
ഭാഗ്യഭവനം വേണമോ രക്ഷിതാവിനരികിൽ നീ വാവാ യേശുവിനരികിൽ നീ വാവാ രക്ഷിതാവിനരികിൽ നീ വാവാ യേശുവിനരികിൽ നീ വാവാ പണം കൊടുത്ത് പലതും നേടും മനുഷ്യ നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ സമാധാനവും സന്തോഷവും തേടിയുള്ള പരക്കം പാച്ചിലിനിടയിൽ നാമൊക്കെ ചെന്നുപെടുന്ന നീർച്ചുഴികൾ നിരവധിയല്ലേ? നിരാശയുടെയും ശൂന്യതാബോധത്തിന്റെയും നെടുവീർപ്പിന്റെയും നൈമഷിക സുഖങ്ങളുടെയും കാർമേഹങ്ങൾ നീങ്ങി ശാന്തി നിറഞ്ഞ ഒരു ജീവിത നീലാകാശം നമ്മിലൊക്കെ തെളിഞ്ഞു വന്നിരുന്നെങ്കിൽ എന്നാശിക്കാറില്ലേ? ഇത്തരം ആശകളെ പ്രത്യാശയാൽ പൂവണിക്കുന്ന സജീവ ചിന്തകൾ സഹോദരൻ ജോൺ സെബാസ്റ്റ്യൻ നൽകുന്നു. യേശുക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് പല മറുപടികൾ തരുന്നവരുണ്ട്. ചിലർക്കവൻ മതസ്ഥാപകനാണ്, ചിലർക്കവൻ തത്വചിന്തകൻ, ചിലർക്കവൻ ഗുരുവാണ്, ചിലർക്ക് വിപ്ലവകാരിയാണ്, ചിലർക്കവൻ കേവലം മാതൃകാ മനുഷ്യനാണ്, ഒരു സത്യാന്വേഷകനാണ്, കേവലം ഒരു യോഗിയാണ്. ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? 15 വയസ്സുണ്ടായിരുന്ന ഞാൻ യേശുക്രിസ്തുവിനെ എന്റെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ കുടിയിരുത്തി. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനായിരുന്നിട്ട് പോലും ഞാനത് ചെയ്തു. ഓരോ വ്യക്തികളും വ്യക്തിപരമായി അത് ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്ന സമാധാനവും സ്നേഹവും സന്തോഷവും വ്യക്തിജീവിതങ്ങളിൽ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഞാനത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു സ്നേഹിതൻ എന്നോട് ഇപ്രകാരം ചോദിച്ചു, ക്രിസ്തുവിനെക്കുറിച്ച് താങ്കൾ എന്തറിഞ്ഞിട്ടാണ് താങ്കളുടെ ജീവിതം ക്രിസ്തുവിനു വേണ്ടി ഏൽപ്പിച്ചുകൊടുത്തത്? ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? എന്തറിയാം? അദ്ദേഹം എവിടെ ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, കൂടുതലൊന്നും അറിഞ്ഞിട്ടല്ല, 2 കാര്യങ്ങൾ എനിക്കറിയാം. ഒന്ന്, മതാചാരങ്ങളും ഭക്തിമാർഗങ്ങളും വർഷങ്ങളായി അനുഷ്ഠിച്ചവനായിരുന്നു ഞാൻ. മധ്യസ്ഥന്മാരെ വിളിച്ചപേക്ഷിച്ചു, അവരാരും എന്റെ ഹൃദയത്തിന് ശാന്തി തന്നില്ല. ഒടുവിൽ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചു. ക്രിസ്തുദേവന്റെ മരണം എന്റെ പാപപരിഹാരമായിട്ടാണെന്ന് അറിഞ്ഞ് ഞാൻ എന്റെ പാപത്തെ ഓർത്ത് കരഞ്ഞു, അനുതപിച്ചു. ക്രിസ്തുവിനോട് ക്ഷമ ചോദിച്ചു, ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ ക്ഷണിച്ചു. വലിയ അത്ഭുതം സംഭവിച്ചു. എന്റെ ഹൃദയം സ്വസ്ഥമായി, ശുദ്ധമായി, ഞാനൊരു പുതുമനുഷ്യനായി. ഏതോ ഭാരങ്ങൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. ഇനി 2ാമത്തെ കാര്യം പറയട്ടെ. മറ്റുള്ളവർക്കുള്ളതുപോലെയോ അതിലധികമോ രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, എതിർപ്പുകളെല്ലാം എന്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എങ്കിലും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നൽകിക്കൊണ്ട് യേശു കർത്താവ് കൂട്ടിനുണ്ട്. ആ സമാധാനം ഇന്നും എന്റെ ഹൃദയത്തിൽ അധിവസിക്കുന്നു. ആ സമാധാനം അനുഭവിക്കുന്നവർ ലോകമെമ്പാടുമുണ്ട്. അസംഖ്യം ആൾക്കാർ അതിന്റെ സാക്ഷികളാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്നേഹിത എന്തു തോന്നുന്നു? തമസിലുഴലുമെൻ ജീവിത നൗകയിൽ പ്രകാശമരുളു പ്രഭാതമലരെ പ്രണാമമുത്തങ്ങൾ ഏകിടാമെന്നും പ്രണാമമന്ത്രങ്ങൾ ചൊല്ലിടാം. നായക ജീവനായക യേശുവിൻ സ്നേഹഗായക. 1980കളിൽ കേരളത്തെ നടുക്കിയ കരിക്കൻവില്ലെ കൊലക്കേസിലെ മുഖ്യപ്രതിയെ ഓർക്കുന്നില്ലേ? റെനി ജോർജ്. മദ്രാസിലെ മോൻ എന്ന സിനിമയ്ക്ക് കാരണക്കാരനായ റെനിയെ പുതിയ മനുഷ്യനാക്കുവാൻ ജയിലിനോ ശിക്ഷയ്ക്കോ നിയമത്തിനോ പീഡനത്തിനോ മത ആചാരത്തിനോ കഴിഞ്ഞില്ല. എന്നാൽ താൻ ഇന്ന് അത്ഭുത ജീവിത രൂപാന്തരത്തിനുടമയാണ്. സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നയാളായി മാറിയിരിക്കുകയാണ്. സമൂഹത്തിന് ആതുര സേവനം നടത്തുകയാണ്. തന്നെ പുതുമനുഷ്യനാക്കിയ ക്രിസ്തുവിനെപ്പറ്റി റെനി ജോർജ് സംസാരിക്കുന്നു, കേൾക്കുക. ജയിലധികാരികൾ അവർക്കറിയാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു നോക്കി. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഏകാന്ത തടവിനോ 3ാം മുറ മർദ്ദനങ്ങൾക്കോ എന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുത്തുവാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം എന്നെ കൂടുതൽ കൂടുതൽ കഠിനഹൃദയനാക്കുവാൻ മാത്രമേ സഹായിച്ചുള്ളൂ. എന്നെ കാണുവാൻ വന്ന ചെറുപ്പക്കാരൻ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹവും എന്നെ പോലെ ദുർമാർഗിയായി ജീവിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരൻ എന്നെ ഒരു സ്ഥലത്തേക്ക് ക്ഷണിച്ചു. എനിക്ക് മനസ്സിലായി, ഈ ചെറുപ്പക്കാരൻ എന്നെ മാനസാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഞാൻ എന്റെ ഉള്ളിൽ ചിരിച്ചു. എന്നെ മാനസാന്തരപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ ആർക്ക് കഴിയും? ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്തീയ മാതാപിതാക്കന്മാരാൽ വളർത്തപ്പെട്ട് എല്ലാം അറിയാമായിരുന്നിട്ടും മനഃപൂർവ്വമായി തെറ്റിൽ നിന്നും തെറ്റിലേക്ക് യാത്ര ചെയ്ത് ഒടുവിൽ ഒരു കൊലപാതകിയായി, ഒരു മോഷ്ടാവായി, ഒരു കൊള്ളക്കാരനായി മാറിയ ഏറ്റവും നീചനായ എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ആർക്ക് കഴിയും? ദൈവം പോലും എന്നെ ഒരുപക്ഷെ ഉപേക്ഷിച്ചിരിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവം ആരെയും ഉപേക്ഷിക്കുന്നവനല്ല. ഹൃദയം തുറക്കൂ,
ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളൂ, ജീവിത രൂപാന്തരം അനുഭവിക്കൂ. അതിന് നിങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നീ യാത്രയായാൽ എങ്ങു ചെന്നിടും, പിന്നെ ഈ ഉലകം വിട്ടുപോയാൽ എങ്ങു ചേർന്നിടും. ഇന്നു കാണും ലോകമെല്ലാം മാറിപ്പോയിടുമേ, ഇന്നു കാണും ലോകമെല്ലാം മാറിപ്പോയിടുമേ. ഇനി ദൈവമുഖം തേടിക്കൊണ്ട് ജീവിച്ചിടണേ. ഇങ്ങനെ നീ യാത്രയായാൽ എങ്ങു ചെന്നിടും. ഓ ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com, PEACETRACT, peacetract@gmail.com. വിലാസം വീണ്ടും പറയുന്നു. ജീവജലം, പോസ്റ്റ് 4, പുതുപ്പള്ളി PO, കോട്ടയം 11, കേരള. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക. സന്ദർശിക്കുക www.peaceministry.org. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.